നമസ്കാരം, എല്ലാവർക്കും ലേൺ ഫിസിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്, റിവൈസ് ചെയ്യാൻ പോകുന്നത് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് എന്ന ചാപ്റ്ററാണ്. ഇതിനകത്ത് വളരെ കുറച്ച് കാര്യങ്ങളെ പറയുന്നുള്ളൂ. അതുപോലെ തന്നെ ഒന്നിനെ റിലേറ്റ് ചെയ്ത് നമുക്ക് അടുത്തതിലോട്ട് പോകാനും പറ്റും. വളരെ വേഗം നമുക്ക് റിവൈസ് ചെയ്ത് കഴിയാവുന്ന ഒരു ചാപ്റ്ററാണ് ഈ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ്. അതിനകത്ത് തന്നെ വരുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഗ്രാഫാണിത്, സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ്. അപ്പോൾ ആദ്യം അതിൻ്റെ ഇനിഷ്യൽ സ്റ്റേജ് ഒന്ന് പറയാം. വളരെ പ്രധാനമായതുകൊണ്ട് തന്നെയാണ് ഇതിവിടെ വരച്ചിട്ടിരിക്കുന്നത്, നിങ്ങളുടെ കണ്ണിൽ എപ്പോഴും നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ആദ്യം പഠിക്കുന്നത് പ്ലാസ്റ്റിസിറ്റി ആൻഡ് ഇലാസ്റ്റിസിറ്റി. നമ്മൾ പ്ലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞ് നിങ്ങൾ എക്സാമ്പിൾ വെച്ച് ഓർക്കുകയാണെങ്കിൽ അത് എളുപ്പമായിരിക്കും. പ്ലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്ലാസ്റ്റിക് അല്ല, അതായത് നമ്മളൊരു ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ, നമ്മുടെ കയ്യിലിപ്പോൾ ഒരു ബോക്സ് ഉണ്ടെന്ന് വെച്ചോളൂ, ആ ബോക്സിനകത്ത് നമ്മളൊരു ശക്തമായിട്ടൊരു ഇടി കൊടുത്താൽ ചിലപ്പോൾ എന്ത് ചെയ്യും, അത് പൊട്ടിപ്പോവും അല്ലേ. അതായത് നമ്മളൊരു ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഓബ്ജക്റ്റിന് തിരിച്ചു വരാൻ പറ്റുന്നില്ല അതിൻ്റെ ഒറിജിനൽ ഷേപ്പിലോട്ട്. അതിനെയാണ് എന്ത് പറയുന്നത്, പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. നമ്മൾ അപ്ലൈ ചെയ്ത ഫോഴ്സ് റിമൂവ് ചെയ്താലും ദ ഓബ്ജക്റ്റ് ഈസ് നോട്ട് കമ്മിങ് ബാക്ക് ടു ഇറ്റ്സ് ഒറിജിനൽ പൊസിഷൻ. അതിനെയാണ് എന്ത്, പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. ആഫ്റ്റർ ദ റിമൂവൽ ഓഫ് എക്സ്റ്റേണൽ ഫോഴ്സ്, ഡീഫോമിങ് ഫോഴ്സ് എന്നും പറയും അതിന്. എക്സ്റ്റേണൽ ഫോഴ്സ് നമ്മൾ കൊടുക്കുന്ന ഡീഫോമിങ് ഫോഴ്സ്, അത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാലും ഓബ്ജക്റ്റ് പഴയ പൊസിഷനിലോട്ട് തിരിച്ച് വരാതിരിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്, പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. അടുത്ത് പറയുന്നത് ഇലാസ്റ്റിസിറ്റി. ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ നേരെ ഓപ്പോസിറ്റാണ്. അതായത് നമ്മൾ ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞിട്ട് ആ ഫോഴ്സ് പിടിച്ച് മാറ്റുകയാണെങ്കിൽ അത് പഴയ പൊസിഷനിലോട്ട് തിരിച്ചു വരുന്നു. അതിനെയാണ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. റബ്ബർ ബാൻഡ് എടുത്ത് നമ്മൾ വലിച്ചു പിടിച്ചിട്ട് വിടുകയാണ്, അതെന്ത് ചെയ്യുന്നു, വീണ്ടും പഴയ പൊസിഷനിലോട്ട് വരുന്നു അല്ലേ. അതിനെയാണ് പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. മനസ്സിലായോ എന്താണ് ഇലാസ്റ്റിസിറ്റി, പ്ലാസ്റ്റിസിറ്റി എന്ന്? ഇനി ഇതിനകത്ത് നമ്മൾ അടുത്ത് പഠിക്കുന്നത് സ്ട്രെസ് സ്ട്രെയിൻ. എന്താണ് സ്ട്രെസ്, എന്താണ് സ്ട്രെയിൻ? ഫോഴ്സ് ആക്ടിങ് പെർ യൂണിറ്റ് ഏരിയ, അതിനെയാണ് സ്ട്രെസ് എന്ന് പറയുന്നത്. സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ഡയമെൻഷൻ ഡിവൈഡഡ് ബൈ ഒറിജിനൽ ഡയമെൻഷൻ. ചേഞ്ച് ഇൻ ഡയമെൻഷൻ ഡിവൈഡഡ് ബൈ ഒറിജിനൽ ഡയമെൻഷൻ, അതിനെയാണ് സ്ട്രെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ആക്ടിങ് പെർ യൂണിറ്റ് ഏരിയയും, സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ഡയമെൻഷൻ ഡിവൈഡഡ് ബൈ ഒറിജിനൽ ഡയമെൻഷനുമാണ്. ഇനി സ്ട്രെസ് തന്നെ നമ്മൾ പ്രധാനമായിട്ടും 3 തരത്തിൽ പഠിക്കുന്നുണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ്. ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ്, shearing stress, and then volume stress. So the stress is dividing into longitudinal stress, shearing stress and volume stress, like that 3 ഇതുപോലെ നമ്മൾ 3 തരത്തിൽ നമ്മളിതിനെ എന്ത് ചെയ്യുന്നു, ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഈ സ്ട്രെസ്സിനെ 3 ആയിട്ട് പറയാം. ഇനി ഞാൻ പറഞ്ഞല്ലോ, സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ആക്ടിങ് പെർ യൂണിറ്റ് ഏരിയയാണ് സ്ട്രെസ് എന്ന് പറഞ്ഞു വന്നു. അപ്പോൾ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് എന്ന് പറയുമ്പോൾ ഈ നമ്മൾ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് കൊണ്ടിട്ട് ലെങ്തിനാണ് വേരിയേഷൻ വരുന്നതെങ്കിൽ അതിനെയാണ് എന്ത് പറയുന്നത്, ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെങ്ങനെ ഒരു ഡെഫിനിഷനായിട്ട് പറയാം, ദ സ്ട്രെസ് വിച്ച് ടെൻസ് ടു ചേഞ്ച് ദ ലെങ്ത് ഓഫ് ദ ഒബ്ജക്റ്റ്, ദാറ്റ് ഈസ് കോൾഡ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ്. The stress which tends to change the length of the object is called a longitudinal stress. The stress which tends to change the shape of the object is called a shearing stress. And the stress which tends to change the volume of the object is called a volume stress. അപ്പോൾ മനസ്സിലായോ ഇത് 3 എന്താണെന്ന്? അപ്പോൾ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന സ്ട്രെസ് കൊണ്ടിട്ട് ലെങ്ത് മാറുകയാണ്. നമ്മൾ കൊടുക്കുന്ന സ്ട്രെസ് കൊണ്ടിട്ട് എന്താണ്, അതിൻ്റെ ഷേപ്പ് മാറുകയാണ്. അങ്ങനെയാണെങ്കിൽ ഷിയറിങ് സ്ട്രെസ് എന്ന് പറയും. വോള്യൂം സ്ട്രെസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ വോള്യത്തിൽ ചേഞ്ച് വരികയാണ്. അതിനെയാണ് വോള്യൂം സ്ട്രെസ് എന്നും പറയുന്നത്. ഇനി ഇതുപോലെ തന്നെ സ്ട്രെയിനിനെയും ഇതേ മെത്തേഡിൽ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ, പിന്നെ അടുത്ത് പറയുന്നത് ഷിയറിംഗ് സ്ട്രെയിൻ,
ഷിയറിംഗ് സ്ട്രെയിൻ, പിന്നെ വോള്യൂം സ്ട്രെയിൻ. ഈ വോള്യൂം സ്ട്രെയിനെയും വോള്യൂം സ്ട്രെസ്സിനെയും നമുക്ക് വേണമെങ്കിൽ ബൾക്ക് സ്ട്രെസ്, ബൾക്ക് സ്ട്രെയിൻ എന്ന് വേണമെങ്കിലും പറയാം. ഓക്കെ, വോള്യൂം സ്ട്രെയിൻ. അപ്പോൾ നിങ്ങൾക്ക് പറയാമോ എന്തായിരിക്കും ഈ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ, ഷിയറിംഗ് സ്ട്രെയിൻ, വോള്യൂം സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ? നമ്മൾ പറഞ്ഞു സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ ഡയമെൻഷൻ ടു ദി ഒറിജിനൽ ഡയമെൻഷനാണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്. മനസ്സിലായോ? ഇനി ഇവിടെ നമ്മൾ പറഞ്ഞു ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന സ്ട്രെസ് കൊണ്ടിട്ട് ലെങ്ത്തിന് വേരിയേഷൻ വരികയാണെങ്കിലാണ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് എന്ന് പറഞ്ഞു. അതുപോലെ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ലെങ്ത് ഡിവൈഡഡ് ബൈ ഒറിജിനൽ ലെങ്ത്. ക്ലിയർ? ഇനി അടുത്ത ഷിയറിംഗ് സ്ട്രെസ് എന്താണെന്ന് പറഞ്ഞു? ഷേപ്പിന് വ്യത്യാസം വരിക. ഷേപ്പിന് വ്യത്യാസം വരിക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏരിയയ്ക്ക് വ്യത്യാസം വരിക, അല്ലേ? അപ്പോൾ ഷിയറിംഗ് സ്ട്രെയിൻ എന്തായിരിക്കും? ചേഞ്ച് ഇൻ ഏരിയ ഡിവൈഡഡ് ബൈ ഒറിജിനൽ ഏരിയ. അങ്ങനെയാണെങ്കിൽ വോള്യൂം സ്ട്രെയിൻ എന്തായിരിക്കും? ചേഞ്ച് ഇൻ വോള്യൂം ഡിവൈഡഡ് ബൈ ഒറിജിനൽ വോള്യൂം. മനസ്സിലായോ? ഇനി ഇതിൻ്റെ എല്ലാം ഡയമെൻഷനൊക്കെ ചോദിക്കാറുണ്ട്. എങ്ങനെയായിരിക്കും ഡയമെൻഷൻ? യൂണിറ്റും ഡയമെൻഷനും. യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ ബൈ മീറ്റർ സ്ക്വയർ ഓർ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ് സ്ട്രെസ് കണ്ടുപിടിക്കാനുള്ള യൂണിറ്റ്. ഡയമെൻഷൻ നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയേ. ഫോഴ്സിൻ്റെ യൂണിറ്റ് എന്താ? ഡയമെൻഷൻ എന്താണ്? mL(T⁻⁻2) ഡിവൈഡഡ് ബൈ ഏരിയയുടേത് L സ്ക്വയർ. അപ്പോൾ എല്ലും എല്ലും ക്യാൻസൽ ചെയ്താൽ എന്ത് കിട്ടും? mL⁻⁻1 T⁻⁻2. ഇതായിരിക്കും അതിൻ്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ. പറയൂ ഇനി സ്ട്രെയിനിൻ്റെ ഡയമെൻഷൻ എന്താണ്? സ്ട്രെയിനിന് യൂണിറ്റും ഇല്ല, ഡയമെൻഷനും ഇല്ല. കാരണം എന്താണ്? ഇപ്പം ഞാൻ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ എടുക്കുകയാണെങ്കിൽ ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്. ലെങ്തൂടെ ക്യാൻസൽ ചെയ്ത് പോകും. പിന്നെ യൂണിറ്റ് ഉണ്ടോ? ഇല്ല, യൂണിറ്റ് ഇല്ല, ഡയമെൻഷനും ഇല്ല. എന്തിന്? സ്ട്രെയിനിന്. ക്ലിയർ ആയോ? അപ്പോൾ എന്താണ് സ്ട്രെസ്, സ്ട്രെയിൻ എന്ന് മനസ്സിലായല്ലോ. ഇനി അടുത്തതിനകത്ത് നമ്മൾ പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡെറിവേഷൻ, അത് ഡെറിവേഷനല്ല, ഒരു എന്താ ലോയാണ് ഹൂക്സ് ലോ. ഹൂക്സ് ലോ എന്ന് പറഞ്ഞാൽ വിത്തിൻ ദ ഇലാസ്റ്റിക് ലിമിറ്റ് സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു സ്ട്രെയിൻ. ഓക്കെ, സാധാരണ കുട്ടികൾ ഇത്രയും മാത്രം എഴുതാറുണ്ട്. വിത്തിൻ ദ ഇലാസ്റ്റിക് ലിമിറ്റ് അതുകൂടെ പ്രധാനമാണ് കേട്ടോ. വിത്തിൻ ദ ഇലാസ്റ്റിക് ലിമിറ്റ് സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു സ്ട്രെയിൻ. ഇതിനെയാണ് ഹൂക്സ് ലോ എന്ന് പറയുന്നത്. അപ്പോൾ ഹൂക്സ് ലോ എന്ന് പറഞ്ഞാൽ എന്താണ്? വിത്തിൻ ദ ഇലാസ്റ്റിക് ലിമിറ്റ് സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു സ്ട്രെയിൻ. ഓക്കെ, അപ്പോൾ സ്ട്രെസ് ബൈ ഇതിന് അപ്പോൾ ഇത്രയും മനസ്സിലായല്ലോ. ഇലാസ്റ്റിക് ലിമിറ്റിൽ സ്ട്രെസ് സ്ട്രെയിനിന് ഡയറക്റ്റ്ലി പ്രപ്പോർഷണൽ ആയിരിക്കും. ഇനി അടുത്താണ് നമ്മൾ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് പഠിക്കുന്നത്. ഇപ്പം ഞാനൊരു മെറ്റീരിയൽ കൺസിഡർ ചെയ്യുന്നു, എന്നിട്ട് അതിൻ്റെ സ്ട്രെസ് സ്ട്രെയിനും കൂടെയുള്ള ഗ്രാഫാണ് ഈ വരച്ചിരിക്കുന്നത്. വളരെ പ്രധാനമാണ്. ഇതിൽ ഓയിൽ നിന്ന് എ വരെ നോക്കുകയാണെങ്കിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടിയിരിക്കുന്നില്ലേ? സ്ട്രെയിറ്റ് ലൈൻ വന്നാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇത്രയും പോർഷനിൽ സ്ട്രെസ്സും സ്ട്രെയിനും കൂടെ പ്രപ്പോർഷണൽ ആണ്. അതിൻ്റെ അർത്ഥം അതവിടെ ഹൂക്സ് ലോ ഒബേ ചെയ്യുന്നുണ്ട്. എവിടെ? ഒ തൊട്ട് എ വരെയുള്ള പോയിന്റിൽ ഹൂക്സ് ലോ ഒബേ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ സ്ട്രെസ്സും സ്ട്രെയിനും ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആയിരിക്കും. എപ്പോൾ? വിത്തിൻ ദ ഇലാസ്റ്റിക് ലിമിറ്റ്. വിത്തിൻ ദ ഇലാസ്റ്റിക് ലിമിറ്റ് സ്ട്രെസ് ഇസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു സ്ട്രെയിൻ. അതായത് ഈ എയിൽ നിന്ന് ഇങ്ങോട്ട് ഏത് പോർഷൻ വരെ വന്നാലും നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ട് അതിനെ റിലീസ് ചെയ്താൽ അത് തിരിച്ച് പഴയ പൊസിഷനിൽ വന്ന് നിൽക്കും. അതാണ് ഇത് O to A. ആ എ ആണ് പ്രപ്പോർഷണൽ ലിമിറ്റ് എന്ന് പറയും. അപ്പോൾ എ പറയുന്ന പേരെന്താണ്? പ്രപ്പോർഷണൽ ലിമിറ്റ്. ഇനി നമ്മൾ കുറച്ചുകൂടെ വലിച്ചു നീട്ടി, അപ്പോൾ ബി വരെ എത്തി. എ തൊട്ട് ബി വരെ ഹൂക്സ് ലോ ഒബേ ചെയ്യുന്നില്ല. എന്നാലും നമ്മൾ ഫോഴ്സ് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് തിരികെ O എന്ന് പറയുന്ന പോയിന്റിലെത്തും. അതുകൊണ്ടാണ് ബി നമ്മൾ പറയുന്നത് ഈൽഡ് പോയിന്റ് എന്ന് പറയും. അപ്പോൾ ഈ സി വരെയുള്ള പോയിന്റിനകത്ത് ഈ എ തൊട്ട് സി വരെ ഹൂക്സ് ലോ ഒബേ ചെയ്യുന്നില്ല എങ്കിലും നമ്മൾ ഫോഴ്സ് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ കം ബാക്ക് ടു O ഇറ്റ്സെൽഫ്. പക്ഷേ സി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നമുക്കറിയാം, ഒരു റബ്ബർ ബാൻഡ് 4-5 തവണ 5 ബുക്കിനകത്ത് എടുത്ത് ഇടുകയാണെങ്കിൽ, വലിച്ചിടുകയാണെങ്കിൽ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ആ റബ്ബർ ബാൻഡിനകത്ത് ചിലപ്പോൾ 6 ബുക്ക് കയറും, അല്ലെങ്കിൽ ഒരു 7 ബുക്ക് കയറും, അല്ലേ? അത് നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്തില്ലെങ്കിൽ തന്നെ അതിനകത്ത് ഒരു 7-8 ബുക്ക് ചിലപ്പോൾ കയറിയെന്ന് വരും. അതെന്തുകൊണ്ടാണ്? അത് നമ്മൾ പറയും അത് വലിഞ്ഞു പോയി പറയും.
അല്ലേ? റബ്ബർ ബാൻഡ് ഒരുപാടങ്ങ് വലിഞ്ഞു പോയി, അതിൻ്റെ ഒറിജിനൽ ഷേപ്പിൽ നിന്ന് കുറേ, അതായത് നമ്മൾ പിന്നെ ഫോഴ്സ് കൊടുത്തില്ല എങ്കിലും അതെന്ത് ചെയ്യുന്നുണ്ട്, അത് പഴയ പൊസിഷനിലോട്ട് തിരിച്ച് വരുന്നില്ല, അതൊരു എക്സ്റ്റെൻഡഡ് ഫോമിൽ തന്നെ അങ്ങനെ നിൽക്കുകയാണ്, അല്ലേ? അത് ഇത്രയും, അതായത് സീലെത്തിക്കഴിഞ്ഞാൽ, ഞാൻ ഫോഴ്സ് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരിക്കലും ഓയിലെത്തില്ല, പകരം ഫോഴ്സ് മാറ്റിക്കഴിഞ്ഞാൽ അതിവിടെ വന്ന് നിൽക്കും. ഓക്കെ, ഇവിടെ നിന്ന് ഒരു എക്സ്റ്റൻഷൻ, ഒറിജിനലിൽ നിന്ന് ഒരു എക്സ്റ്റൻഷൻ ഉണ്ടാകും. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പെർമനൻറ്റ് സെറ്റ്. അത് പെർമനൻ്റ്ലി ഒരിക്കലും അതിന് പിന്നെ ഈ ഓ എന്ന് പറയുന്ന പൊസിഷനിലോട്ട് എത്താൻ പറ്റില്ല. ഓക്കെ, അത് തന്നെയാണ് പെർമനൻറ്റ് സെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സി എന്ന് പറയുന്ന പോയിന്റിന് എന്ത് പറയും, സി എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് അത് ഇങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ, സി ആണ് പെർമനൻറ്റ് സെറ്റ്, സി എത്തിക്കഴിഞ്ഞാൽ പിന്നെ അതൊരിക്കലും ഒറിജിനൽ ഷേപ്പിലോട്ട് തിരിച്ചു പോകത്തില്ല. ബി എന്ന് പറയുന്ന പോയിന്റ് ഈൽഡ് പോയിന്റ്, ഇറ്റ്സ് നോട്ട് ഒബേയിങ് ഹൂക്സ് ലോ, ബട്ട് ഇറ്റ് വിൽ കം ബാക്ക് ടു ഇറ്റ്സ് ഒറിജിനൽ പൊസിഷൻ ഓ. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ ഫോഴ്സ് കൊടുക്കുകയാണ്, സ്ട്രെസ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയായിരിക്കും അതിൻ്റെ, പിന്നെ അത് അങ്ങോട്ട് അധികം വലിഞ്ഞു പോകത്തില്ല. അത് ഡി എന്ന് പറയുന്ന പോയിന്റിലെത്തി. ഡി എന്ന് പറയുന്ന പോയിന്റിലെത്തിയാൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെങ്ത് എന്ന് പറയും. ഓക്കെ, ഇതാണ് അതിന് വിത്ത് റെസ്പെക്റ്റ് ആയിട്ടുള്ള സ്ട്രെസ് എന്ന് പറയുന്നത്. ഓക്കെ, ഡി ആണ് അൾട്ടിമേറ്റ്, അതാണ് മാക്സിമം പോയിന്റ്, അത്രയും ആയിരിക്കും അതിന് മാക്സിമം വലിഞ്ഞു പോകുന്നത്. പിന്നെ അടുത്ത ഇ എന്ന് പറയുന്നത് പോയിന്റിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് പിന്നെ അങ്ങോട്ട് നമ്മൾ ഇവിടെ നോക്കിയേ, ഇവിടെ നമ്മൾ കുറച്ച് സ്ട്രെസ്സേ കൊടുക്കുന്നുള്ളൂ, വളരെ കുറച്ച് സ്ട്രെസ്. ഇത് ഇത്രയാണ് സി തൊട്ട് ഡി വരെ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ട്രെസ്, ഇത് ഇത്രയായിരുന്നു. പക്ഷെ ആ സമയത്തുണ്ടായ സ്ട്രെയിൻ നോക്കൂ, ഒത്തിരി വലുതാണ്, അല്ലേ? അപ്പോൾ കുറഞ്ഞ സ്ട്രെസ്സിന് കൂടുതൽ സ്ട്രെയിൻ കിട്ടും സി എന്ന് പറയുന്ന പോയിന്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ. മനസ്സിലായോ? പിന്നെ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്, അതായത് ഈ ഡി എന്ന് പറയുന്ന അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെങ്ത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ വളരെ കുറച്ച് ഫോഴ്സ് കൊടുത്താൽ, നേരത്തെ ഉണ്ടായിരുന്ന അത്രയൊന്നും കൊടുത്താലും ഈ സ്ട്രെയിൻ എന്ന് പറയുന്നത് കൂടുതലായിട്ട് കിട്ടും. പിന്നെ ഇ എന്ന് പറയുന്ന പോയിന്റിനെയാണ് ഫ്രാക്ചർ പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ ഈ ഗ്രാഫ് പ്രധാനമായിട്ട് ഓർത്തോളുക. എ പ്രപ്പോർഷണൽ ലിമിറ്റ്, ബി ഈൽഡ് പോയിന്റ്, സി പെർമനൻറ്റ് സെറ്റ്, ഡി എന്ന് പറയുന്നത് അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെങ്ത്, ഡിയുടെ വിത്ത് റെസ്പെക്റ്റ് ആയിട്ട് വരുന്ന സ്ട്രെസ്സിൻ്റെ പൊസിഷൻ, ഇ എന്ന് പറയുന്നത് ഫ്രാക്ചർ പോയിന്റ്. മനസ്സിലായോ? ഇനി ഈ ഡിയും ഇക്കുംൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ഡിയും ഇയും കൂടെ വളരെ അടുപ്പിച്ചിട്ടാണ് വരികയാണെങ്കിൽ ആ വസ്തു പെട്ടെന്ന് പൊട്ടിപ്പോകുന്നതായിരിക്കും. ഓക്കെ, അതായത് ബ്രിട്ടിൽ ആണെന്ന് പറയും. ഡിയും ഇയും വളരെ അടുത്തിരിക്കുകയാണെങ്കിൽ അതെന്താണ്, ബ്രിട്ടിലായിരിക്കും, പെട്ടെന്ന് പൊട്ടിപ്പോവും. ഡിയും ഇയും കൂടെ അകന്നിരിക്കുകയാണെങ്കിൽ അതിനെയാണ് ഡക്ടൈൽ എന്ന് പറയും, പെട്ടെന്ന് പൊട്ടില്ല. ഓക്കെ, ഇപ്പോൾ നമുക്കറിയാം ബോറോസെൽസിൻ്റെ, നിങ്ങൾ കെമിസ്ട്രി ലാബിൽ ഉപയോഗിക്കുന്ന നിങ്ങളുടെ കെമിക്കൽ അപ്പാരറ്റസ് എല്ലാം എന്തായിരിക്കും, മിക്കവാറും എല്ലാം ബോറോസെലിൻ്റെ ഗ്ലാസ് ആയിരിക്കും. അതെന്തുകൊണ്ട് പെട്ടെന്ന് പൊട്ടിപ്പോവില്ല അത്, അല്ലേ? അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഡിയും ഇയും ഫ്രാക്ചർ പോയിന്റ് ഒത്തിരി മാറിയിട്ടാണ് ഇരിക്കുന്നത്. ചിലതാണെങ്കിൽ നമ്മുടെ സാധാരണ ചിലപ്പോൾ നമ്മൾ വെള്ളം കുടിക്കാനൊക്കെ എടുക്കുന്ന ഗ്ലാസ്, അതെങ്ങനെയായിരിക്കും, പെട്ടെന്ന് പൊട്ടിപ്പോവും. ചിലപ്പോൾ താഴെ ഒന്ന് ജസ്റ്റ് ഒന്ന് നിലത്ത് വയ്ക്കുമ്പോൾ തന്നെ അതങ്ങ് പൊട്ടിപ്പോവും. അതാണെങ്കിൽ അതെന്താണ്, ബ്രിട്ടിലാണ്. അപ്പോൾ ഡിയും ഇയും വളരെ അടുത്താണെങ്കിൽ അത് ബ്രിട്ടിൽ എന്ന് പറയും, ദൂരെ മാറിയിട്ടാണെങ്കിൽ അതിനെന്ത് പറയും, ഡക്ടൈൽ എന്ന് പറയും. അപ്പോൾ ഇതാണ് സാധാരണ ഇലാസ്റ്റിക് മെറ്റീരിയലിൻ്റെ കേസ്. ഇനി വളരെയധികം ഇലാസ്റ്റിസിറ്റി ഉള്ളതുണ്ട്. കാരണം നമ്മൾ അയോട്ട എടുക്കുകയാണെങ്കിൽ, റബ്ബർ ബാൻഡ് ഇതൊക്കെ എടുക്കുകയാണെങ്കിൽ അത് നല്ലോണം വലിഞ്ഞു വരും, അല്ലേ? ഇലാസ്റ്റിസിറ്റി വളരെ കൂടുതലായിരിക്കും, ഒരുപാട് ഇലാസ്റ്റിക്, അതായത് ഇലാസ്റ്റോമർ എന്ന് പറയും നമ്മളതിനെ. അപ്പോൾ അടുത്ത നമ്മൾ പറയുന്നത് ഈ ഇലാസ്റ്റോമറും അതിൻ്റെ ഗ്രാഫ് എങ്ങനെ ഇരിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അടുത്ത് നമ്മൾ പറയുന്നത് ഇലാസ്റ്റോമർ. എന്താണ് ഇലാസ്റ്റോമർ എന്ന് പറഞ്ഞാൽ, നമ്മൾ ചെറിയൊരു സ്ട്രെസ് കൊടുത്താലും ലാർജ് സ്ട്രെയിൻ കിട്ടുന്നതിനെയാണ് എന്ത് പറയുന്നത്, ഇലാസ്റ്റോമർ എന്ന് പറയുന്നത്. അതായത് വളരെ ചെറിയൊരു ഇത് കൊടുത്താൽ തന്നെ അതിങ്ങനെ വലിഞ്ഞ് നല്ലോണം വലിഞ്ഞ് വരും. ഇപ്പോൾ നമ്മൾ ചപ്പാത്തി മാവ് കുഴച്ചെടുക്കുന്നതും അല്ലാതെ ഇപ്പോൾ മൈദ മാവ് കുഴച്ചെടുക്കുന്നതും നമ്മൾ നിങ്ങളുടെ അമ്മയോട് ചോദിച്ചാൽ അറിയായിരിക്കും. വലിഞ്ഞ് പിടിക്കുമ്പോൾ എന്താണ്, അത് നല്ലോണം മൈദ മാവ് എന്ന് പറഞ്ഞാൽ ഒരുപാട് വലിഞ്ഞ് വരും, അല്ലേ? അത് കുറഞ്ഞ സ്ട്രെസ് കൊടുത്താൽ തന്നെ ഇങ്ങനെ വലിഞ്ഞ്
നീണ്ടു വരും. പക്ഷേ മറ്റേ നമ്മുടെ ഗോതമ്പ് മാവ് എടുത്ത് നമ്മൾ പരത്തി നീട്ടുകയാണെങ്കിൽ അത്രത്തോളം വലിഞ്ഞു വരില്ല. അപ്പോൾ ഇലാസ്റ്റിസിറ്റി കൂടുതൽ ആർക്കാണ്? മൈദ മാവിനാണ് ഇലാസ്റ്റിസിറ്റി കൂടുതൽ. ഓക്കെ, അതായത് നമ്മളൊരു ചെറിയ സ്ട്രെസ് കൊടുക്കുമ്പോൾ തന്നെ ലാർജ് സ്ട്രെയിൻ കിട്ടും. അതിനെയാണ് എന്ത് പറയുന്നത്? ഇലാസ്റ്റോമർ എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിളാണ് അയോട്ടായും പിന്നെ നമ്മുടെ റബ്ബർ ബാൻഡ് ഇതെല്ലാം. അപ്പോൾ പക്ഷെ അതൊന്നും ഈ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് ഒബേ ചെയ്യില്ല. ഓക്കെ, അതായത് ചെറിയ സ്ട്രെസ്സിന് തന്നെ ലാർജ് സ്ട്രെയിൻ കിട്ടുമല്ലേ, അതൊന്നും ഈ ഇലാസ്റ്റിക് പ്രോപ്പർട്ടി അതിൻ്റെയൊക്കെ ഗ്രാഫ് ഇങ്ങനെ ആയിരിക്കും ഇരിക്കുന്നത്. ഓക്കെ, ചെറിയ സ്ട്രെസ്സിൽ തന്നെ സ്ട്രെയിൻ ഇങ്ങനെ പോയിട്ടാണ് പിന്നെ എന്ത് ചെയ്യുന്നത്? വളരെ വലിയ ചെറിയ സ്ട്രെയിൻ ഒരുപാടായിരിക്കും, അപ്ലൈ ചെയ്യുന്ന സ്ട്രെസ്സ് വളരെ കുറവായിരിക്കും. മനസ്സിലായോ? ഇതാണ് ഇലാസ്റ്റോമർ. ഇനി അടുത്തതിനകത്ത് നമ്മൾ പ്രധാനമായിട്ട് പഠിക്കുന്നത് ഹൂക്സ് ലോ അനുസരിച്ച് നമ്മൾ പറഞ്ഞു സ്ട്രെസ് ഇസ് പ്രപ്പോർഷണൽ ടു സ്ട്രെയിൻ ആണെന്ന് പറഞ്ഞു. പ്രപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടിയിട്ട് നമുക്കൊരു കോൺസ്റ്റൻ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാമല്ലോ, കോൺസ്റ്റൻ്റ് ഇൻറ്റു സ്ട്രെയിൻ. ഓക്കെ, അപ്പോൾ എന്താണ് കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ? കോൺസ്റ്റൻറ്റ് ഇസ് ഈക്വൽ ടു സ്ട്രെസ് ഡിവൈഡഡ് ബൈ സ്ട്രെയിൻ. അപ്പോൾ ഈ കോൺസ്റ്റൻറ്റിനെയാണ് നമ്മൾ പറയുന്നത് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയും. ഓക്കെ, അപ്പോൾ ദിസ് കോൺസ്റ്റൻറ്റ് ഇസ് കോൾഡ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. അപ്പോൾ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ. റേഷ്യോ ഓഫ് സ്ട്രെസ് ടു സ്ട്രെയിൻ ഈസ് കോൾഡ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. അതിൻ്റെ യൂണിറ്റ് എന്തായിരിക്കും? യൂണിറ്റ് സ്ട്രെസ്സിൻ്റെ യൂണിറ്റ് തന്നെയായിരിക്കും. സ്ട്രെസ്സിൻ്റെ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ഡയമെൻഷനും അതുപോലെ തന്നെയാണ്. മനസ്സിലായോ? ഇനി അടുത്ത മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയെ മെയിനായിട്ട് 3ആയിട്ട് ഡിവൈഡ് ചെയ്യാം. നമ്മൾ നേരത്തെ പഠിച്ചില്ലേ, ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ്സ്, ഏരിയൽ സ്ട്രെസ്സ് അല്ലെങ്കിൽ ഷിയറിംഗ് സ്ട്രെസ്സ്, പിന്നെ വോള്യൂം സ്ട്രെസ് അല്ലെങ്കിൽ ബൾക്ക് സ്ട്രെസ് എന്ന് പഠിച്ചു അല്ലേ? ആ 3 ചേർത്തിട്ട് 3 തരത്തിലുള്ള മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി പഠിക്കുന്നുണ്ട്. ലെങ്തിൻ്റെ, അതായത് ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ യങ്സ് മോഡുലസ്. യങ്സ് മോഡുലസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ലീനിയർ സ്ട്രെസ് ടു ലീനിയർ സ്ട്രെയിൻ. ഓക്കെ, ലീനിയർ സ്ട്രെസ് ടു ലീനിയർ സ്ട്രെയിൻ ആണ് യങ്സ് മോഡുലസ്. ഇനി അടുത്ത രണ്ടാമത് കിടക്കുന്ന ബൾക്ക് മോഡുലസ് എന്ന് പറഞ്ഞാൽ ബൾക്ക് മോഡുലസ് വിൽ ബി ഈക്വൽ ടു റേഷ്യോ ഓഫ് വോള്യൂം സ്ട്രെസ് ബൈ വോള്യൂം സ്ട്രെയിൻ. ഓക്കെ, ഇതിൻ്റെ എല്ലാം യൂണിറ്റും ഡയമെൻഷനും ഒരുപോലെയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പറയുന്നത് ഷിയറിംഗ് സ്ട്രെസ്. ഷിയറിംഗ് സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഷിയർ മോഡുലസ്. ഓക്കെ, ഷിയർ മോഡുലസ് വിൽ ബി ഈക്വൽ ടു shear modulus is equal to ratio of shear stress divided by shearing strain. Okay, അതാണ് ഈ 3 മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. ഇത് 3 ഓർത്ത് വെച്ചേക്കുക. ഈ ബൾക്ക് മോഡുലസ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് എവിടെയാണോ? ഫ്ലൂയിഡ്സിൻ്റെ കേസിലാണ് നമ്മൾ ബൾക്ക്. അവിടെയല്ലേ വോള്യത്തിന് നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നത്, ഫ്ലൂയിഡ്സിൻ്റെ കംപ്രസ് ചെയ്ത് കുറയ്ക്കാൻ പറ്റും അല്ലേ? അപ്പോൾ നമ്മൾ സാധാരണ ഫോഴ്സ് ബൈ ഏരിയ എന്ന് പറയുന്നത് പ്രഷർ, നമ്മൾ ഫ്ലൂയിഡുമായിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ അതിന് പ്രഷർ എന്ന് പറയും. അപ്പോൾ നമ്മൾ പ്രഷർ കൂട്ടിക്കൊടുക്കുമ്പോൾ വോള്യൂം കുറയുകയല്ലേ ചെയ്യുന്നത്. അത് കാരണം സാധാരണ ബൾക്ക് മോഡുലസ് എഴുതുമ്പോൾ നമ്മളവിടെ പി പ്രഷർ നെഗറ്റീവ് സൈൻ കൂടെ കൊടുക്കും. വോള്യൂം സ്ട്രെസ് ബൈ ചേഞ്ച് ഇൻ വോള്യൂം ഡിവൈഡഡ് ബൈ ഒറിജിനൽ വോള്യൂം. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫോമുലയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ യങ്സ് മോഡുലസിൻ്റെ ജനറൽ ഫോമുല എന്ന് പറഞ്ഞാൽ ലീനിയർ സ്ട്രെസ് ഡിവൈഡഡ് ബൈ ലീനിയർ സ്ട്രെയിൻ. ലീനിയർ ഇപ്പോൾ ഇവിടെ എല്ലാം നമുക്കറിയാം F/A ആണ് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ ΔL/L. അപ്പോൾ ഇതിനെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഓരോന്നിൻ്റെയും ഫോമുല കിട്ടും. അതെന്താണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ യങ്സ് മോഡുലസ് എന്ന് പറഞ്ഞാൽ ഡിഫൈൻ ചെയ്യുമ്പോൾ ഇറ്റ് വാസ് ദ റേഷ്യോ ഓഫ് ലീനിയർ സ്ട്രെസ് ടു ലീനിയർ സ്ട്രെയിൻ എന്ന് പറയും. അതായത് F/A ഡിവൈഡഡ് ബൈ ലീനിയർ സ്ട്രെയിൻ എങ്ങനെയാണ്? ചേഞ്ച് ഇൻ ലെങ്ത് ഡിവൈഡഡ് ബൈ ഒറിജിനൽ ലെങ്ത്. ഇത് നമ്മൾ ചെയ്യുമ്പോൾ ഫൈനൽ ആൻസർ കിട്ടുന്നത് FL ഡിവൈഡഡ് ബൈ A∆L ആണ്. ഇതാണ് യങ്സ് മോഡുലസ് കാണാനുള്ള ഫോമുല. ഇനി ബൾക്ക് മോഡുലസ് കാണാനാണെങ്കിലോ ഓൾറെഡി ഞാൻ പറഞ്ഞു -P ഡിവൈഡഡ് ബൈ ΔV/V.
ഫോഴ്സ് ബൈ ഏരിയ തന്നെയാണ്. ഫോഴ്സ് ബൈ ഏരിയ ഫ്ലൂയിഡിൻ്റെ കേസിൽ എടുക്കുമ്പോൾ എന്തായിട്ട് വരും? പ്രഷർ എന്ന് കൺസിഡർ ചെയ്തിട്ടാണ് ഇങ്ങനെ എഴുതുന്നത്. നെഗറ്റീവ് സൈൻ ഷോസ് ദാറ്റ് ആസ് ദ പ്രഷർ ഇൻക്രീസസ് വോള്യൂം ഈസ് ഡിക്രീസിങ്. ടു ഷോ അതിനെ കാണിക്കാനായിട്ടാണ്. നമ്മൾ പ്രഷർ കൂട്ടി കൊടുക്കുകയാണെങ്കിൽ, പ്രഷർ കൂടുകയാണെങ്കിൽ വോള്യൂം എന്ത് ചെയ്യും? കുറയുകയാണ്. ഓക്കെ, അപ്പോൾ ഇതിനെ എഴുതുമ്പോൾ മൈനസ് പി വി ഡിവൈഡഡ് ബൈ ഡെൽറ്റ വി എന്ന് കിട്ടും. ഓക്കെ, ഇനി ഷിയറിംഗ് സ്ട്രെയിൻ ജി എന്ന് പറയുന്നത് എന്താണ്? ഷിയറിംഗ് സ്ട്രെസ് ഡിവൈഡഡ് ബൈ ഷിയറിംഗ് സ്ട്രെയിൻ, ദാറ്റ് ഈസ് എഫ് ബൈ എ ഡിവൈഡഡ് ബൈ ഷിയറിംഗ് സ്ട്രെയിൻ നമ്മൾ തീറ്റ എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓർമ്മയുണ്ടോ ഷിയറിംഗ് സ്ട്രെയിൻ എന്താണെന്ന്? ഇപ്പോൾ നമ്മളൊരു ബുക്ക് വെച്ചിട്ട് ഒരു വശം ഒന്ന് തള്ളി കൊടുക്കുകയാണെങ്കിൽ ഈ ഭാഗം ഒന്നും ചേഞ്ച് വരില്ല, മുകളിലത്തെ ഭാഗത്ത് മാത്രമേ ഇങ്ങനെ നീങ്ങി വരുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന ഒരു ബുക്കിൽ ഞാൻ ഇവിടോട്ടൊരു ഫോഴ്സ് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും? ഇതിൻ്റെ കുറച്ച് പേജുകൾ മാത്രം ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാണ്. മനസ്സിലായോ? അല്ലാതെ ബാക്കിയെല്ലാം അതുപോലെ, താഴത്തെ ഭാഗം അതുപോലെ തന്നെ ഇരിക്കും, ഇത് മാത്രം കുറച്ച് ഇങ്ങോട്ട് ഷിഫ്റ്റായി. ഓക്കെ, ഈ ഉണ്ടാകുന്ന ചേഞ്ച് ഇതിനെയാണ് തീറ്റ എന്ന് പറയുന്നത്. അതാണ് ഷിയറിംഗ് സ്ട്രെയിൻ. സോ ദ ആൻസർ വിൽ ബി എഫ് ബൈ എ തീറ്റ. അല്ലെങ്കിൽ എഫ് ബൈ ഡെൽറ്റ എ ബൈ എ എന്ന് എഴുതിയാലും തെറ്റില്ല കേട്ടോ. പക്ഷെ സാധാരണ നമ്മൾ എഴുതുന്നത് എഫ് ബൈ എ തീറ്റ എന്നാണ്. അപ്പോൾ ഇതാണ് ഷിയറിംഗ് സ്ട്രെസ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. ഇനി എന്താണ് ഇതൊക്കെ പഠിക്കുന്നതിൻ്റെ കാരണം എന്താണ്? വാട്ട് ആർ ദ അപ്ലിക്കേഷൻസ് ഓഫ് ദിസ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി? ഇത് നമ്മൾ ക്രെയിൻ മെഷീനറീസ് ഉണ്ടാക്കാൻ സമയത്ത്, ബ്രിഡ്ജ് ഉണ്ടാക്കാൻ സമയത്ത്, അങ്ങനത്തെ പല ഇൻസ്റ്റൻസിലും നമുക്ക് ഈ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയുടെ അപ്ലിക്കേഷൻ വരുന്നുണ്ട്. അടുത്ത് പറയുന്നത് ആപ്ലിക്കേഷൻസ് ഓഫ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. ഫസ്റ്റ് നമുക്ക് ക്രെയിൻസിൻ്റെ കേസിൽ എന്താണ്? ഇത് നോക്കിയേ, നമുക്കറിയാം ക്രെയിനിനെ ഇങ്ങനെ പിടിച്ചെടുക്കാനായിട്ട് ഒരു റോഡ് അവിടെ കിടക്കുന്നില്ലേ? ആ റോഡിൻ്റെ എങ്ങനെയാണ് അതിൻ്റെ വിഡ്ത് തീരുമാനിക്കുന്നത്? വിഡ്ത് തീരുമാനിക്കുന്നത് ഇപ്പോൾ ഇലാസ്റ്റിക് ലിമിറ്റ് ഓർ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് നമുക്കറിയാം ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ ആയിരിക്കും. അപ്പോൾ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഇലാസ്റ്റിക് ലിമിറ്റ് ആണല്ലോ. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കിതിൻ്റെ ഏരിയ നമ്മളിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്താൽ ഏരിയ അറൗണ്ട് 3 × 10⁻⁻4 m² എന്നാണ് കിട്ടുന്നത് ഏരിയ. അപ്പോൾ റോഡാണല്ലോ, അതെന്തായിരിക്കും? അതിൻ്റെ ക്രോസ് സെക്ഷൻ സർക്കുലർ ക്രോസ് സെക്ഷൻ ആയിരിക്കും. അപ്പോൾ അതിൽ നിന്ന് അതിൻ്റെ πr² വെച്ചിട്ട് റേഡിയസ് കണ്ടുപിടിച്ചാൽ ഇറ്റ്സ് അറൗണ്ട് 1 cm എന്ന് കിട്ടും. ഈ 1 cm എന്ന് നമുക്ക് ആൻസർ കിട്ടിയാൽ നമ്മൾ ഷാർപ്പ് 1 cm അല്ല, അതിനേക്കാളും കുറച്ചുകൂടെ സേഫ് സൈഡ് ഇടും. ഓക്കെ, ഇപ്പോൾ മാക്സിമം 1 cm പോകാവൂ എന്ന് പറഞ്ഞാലും ചിലപ്പോൾ 1.2 1.3 ഒക്കെ നമ്മൾ കയറ്റും അല്ലേ? അതുകൊണ്ട് സേഫ് സൈഡ് അറൗണ്ട് 2 cm ആയിരിക്കും നമ്മൾ ക്രെയിനിൻ്റെ ആ ലെങ്ത് ആ റേഡിയസ് കൊടുക്കുന്നത്. ഓക്കെ, ആ റേഡിയസ് 2 cm ആകുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. വിഡ്ത് എന്ന് പറയുന്നത് ടോട്ടൽ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ 4 cm വരും. ഇനി 1 തന്നെ ആയാൽ തന്നെ ഡയമീറ്റർ 2 cm ആവും അല്ലേ? അപ്പോൾ അത് ഏതാണ്ട് ഒരു വയർ പോലെയല്ല, അതൊരു കട്ടിയുള്ള റോഡ് പോലെയാണ് കാണപ്പെടുന്നത്. അപ്പോൾ ആ റോഡ് വെച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് ഫ്രീ ആയിട്ട് സാധനങ്ങൾ തൂക്കിയെടുക്കാൻ പാടല്ലേ? അപ്പോൾ ആ സാധാരണ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ചെറിയ ചെറിയ വയേഴ്സിനെ ഒരുമിച്ച് ബ്രേഡ് ചെയ്തിട്ട്, അതായത് ഒരുമിച്ച് ഇങ്ങനെ ചുറ്റിയെടുത്തിട്ട് അതിനെ എന്താക്കി മാറ്റുകയാണ് ചെയ്യുന്നത്? ഒരു 2 cm റേഡിയസ് ഉള്ള ഒരു വയറായിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് കണ്ടുപിടിക്കാനായിട്ട് നമുക്കിവിടെ ഇലാസ്റ്റിക് ലിമിറ്റിൻ്റെ ആവശ്യമുണ്ട്. അതാണ് ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ക്രെയിൻസിൽ. ഓക്കെ, അതുപോലെ തന്നെ ബ്രിഡ്ജ് ഉണ്ടാക്കുമ്പോൾ നമുക്കറിയാം ബ്രിഡ്ജിൻ്റെ എന്തുമാത്രമാണ് അതിൻ്റെ ഡെപ്ത് പോകാൻ കഴിയുക, അതിനുണ്ടാകുന്ന ഡിപ്രഷൻ അതായത് എന്തുമാത്രമാണ് താഴ്ന്നിപ്പോൾ ഒരു ബ്രിഡ്ജ് എടുക്കുകയാണെങ്കിൽ ആ ബ്രിഡ്ജിന് എന്തുമാത്രം വെയിറ്റ് അതിൽ താങ്ങാൻ പറ്റും എന്ന് കാണിക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ ഇതിൻ്റെ ഈ ലെവലിൽ നിന്ന് ഇതിനുണ്ടാകുന്ന ഡിപ്രഷൻ ഡെൽറ്റ എന്ന് പറയുന്നത് എന്തുവരെ ആകാം? WL³ ഡിവൈഡഡ് ബൈ 4/BD³. അപ്പോൾ മാക്സിമം ഡിപ്രഷൻ കുറഞ്ഞിരിക്കണം അല്ലേ? നമ്മളിപ്പോൾ ഡിപ്രഷൻ കൂട്ടിക്കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് തീരെ കുഴിഞ്ഞിരിക്കുന്ന ഒരു ബ്രിഡ്ജ് പോലെ ആയിപ്പോവും. അപ്പോൾ നമുക്ക് ഡിപ്രഷൻ കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നുകിൽ എന്ത് ചെയ്യണം? വെയിറ്റ് കുറയ്ക്കണം, ലെങ്ത് കുറയ്ക്കണം, അല്ലെങ്കിൽ യങ്സ് മോഡുലസ് കൂട്ടണം, B കൂട്ടണം, D കൂട്ടണം. ഇതൊക്കെയാണ് ഈ ഡിപ്രഷൻ കുറയ്ക്കാനുള്ള വഴികൾ അല്ലേ? വെയിറ്റ് കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ ഒരു ബ്രിഡ്ജിലാവുമ്പോൾ ഇത്ര വെയിറ്റേ പാടുള്ളൂ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചെറിയ ചെറിയ ബ്രിഡ്ജസ്
ആണെങ്കിൽ ഓക്കെ. ഇപ്പോൾ വലിയ വലിയ ബ്രിഡ്ജസൊക്കെ ആണെങ്കിൽ നമുക്ക് ആ ഒരു ഉറപ്പില്ല, എന്തുമാത്രം വണ്ടികളാണ് അതിനകത്ത് പോകുന്നത്, ആ വണ്ടിയിൽ കാണുന്ന ഭാരം എത്രയാണെന്നൊന്നും നമുക്ക് ഉറപ്പില്ല അല്ലേ. അപ്പോൾ വെയിറ്റ് കുറയ്ക്കുന്നത് കഷ്ടമാണ്. എന്ന് പറയാം ലെങ്ത്, ഇവിടം തൊട്ട് അതുവരെയാണ് ബ്രിഡ്ജ് വേണ്ടതെന്ന് പറഞ്ഞാൽ അവിടം തൊട്ട് അതുവരെ തന്നെ വേണ്ടേ, പിന്നെ ലെങ്ത് കുറയ്ക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇതിൻ്റെ ഡിപ്രഷൻ കുറയാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇതിന് താഴെയായിട്ട് ഒരു ഗേർഡർ വെച്ച് കൊടുക്കും. ഓക്കെ, ഗേർഡർ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും, ഇത് ഇങ്ങനെയായിരിക്കും, ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഗേർഡർ ആയിരിക്കും അതിന് താഴെയായിട്ട് വെച്ച് കൊടുക്കുന്നത്. അതായത് റൗണ്ട് ഏരിയ വരുന്നതിനേക്കാളും കുറച്ചുകൂടി ഒരു വീതിയുള്ള ഏരിയ താഴെ വരികയാണെങ്കിൽ അതിൻ്റെ എന്ത് കൂടും, ഡിപ്രഷൻ, അതിനെ താങ്ങി നിർത്താനുള്ള കഴിവ് കൂടും. അപ്പോൾ ഇവിടെയെല്ലാം നമുക്ക് എന്തുണ്ട്, യങ്സ് മോഡുലസിൻ്റെ ആവശ്യമുണ്ട്. മനസ്സിലായോ? അതുപോലെ തന്നെ കണ്ടുപിടിക്കുന്നതാണ് നമ്മുടെ മൗണ്ടെയ്ൻസിൻ്റെ ഹൈറ്റ്. വാട്ട് വിൽ ബി ദ മാക്സിമം ഹൈറ്റ് ഓഫ് ദ മൗണ്ടെയിൻ? മൗണ്ടെയിന് മാക്സിമം പോകാവുന്നത് 10 കിലോമീറ്റേഴ്സ് ആണ് ഒരു മാക്സിമം പോകാവുന്ന മൗണ്ടെയ്ൻസിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. അവിടെ അതുപോലെ തന്നെ ഇലാസ്റ്റിക് ലിമിറ്റ് തന്നെയാണ് നമ്മൾ നോക്കുന്നത്. ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 3.3 സംതിങ് ആണ് അതിൻ്റെയും ഇലാസ്റ്റിക് ലിമിറ്റ്. ഓക്കെ, അവിടെ സംഭവിക്കുന്നത് എന്താണ്, ഈ കാറ്റുകൊണ്ടൊക്കെ ഇതിൻ്റെ ഷിയറിങ് സ്ട്രെസ് വരും. അതായത് കാറ്റടിക്കുമ്പോൾ സൈഡിലുള്ള റോക്സ് എല്ലാം ഇറങ്ങി താഴോട്ട് പോയില്ലേ, അപ്പോൾ ഈ ഇലാസ്റ്റിക് ലിമിറ്റ് എല്ലാം അവിടെ മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മാക്സിമം 10 കിലോമീറ്റർ വരെ ആകാൻ പറ്റും ഒരു മൗണ്ടൻ എടുത്താൽ. നമുക്കറിയാം ഇപ്പോൾ മൗണ്ട് എവറസ്റ്റ് തന്നെ 8848 കിലോമീറ്റേഴ്സേ ഉള്ളൂ അല്ലേ, അത് 10 കിലോമീറ്റേഴ്സ് പോയിട്ടില്ല. അപ്പോൾ മാക്സിമം മൗണ്ടെയ്ൻസിന് വരാൻ പറ്റുന്ന ഹൈറ്റ് കണ്ടുപിടിക്കുന്നതും ഈ മെത്തേഡ് തന്നെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് എന്താണ് ഈ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയുടെ ആപ്ലിക്കേഷൻസ്. ക്ലിയർ ആയോ? അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പ്രധാനമായിട്ട് പഠിക്കുന്നത്. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് വായിക്കുകയും അതോടൊപ്പം തന്നെ നിങ്ങൾ നല്ലോണം റിവൈസ് ചെയ്യുകയും ചെയ്തോളണം. ഇത് നിങ്ങൾക്ക് പ്രയോജനമായി എന്ന് തന്നെ വിചാരിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ കാണാം. അതുവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.